ഇത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ബോട്ട് ജെട്ടിയാണ്. ഈ ബോട്ട് ജെട്ടിക്ക് വലിയൊരു ചരിത്രമുണ്ട്. പണ്ട് വൈക്കം സത്യാഗ്രഹ സമയത്ത് നമ്മുടെ ഗാന്ധിജി ഇല്ലേ, ആരാ ഗാന്ധി അപ്പൂപ്പൻ? ഗാന്ധി അപ്പൂപ്പൻ ഈ ജെട്ടിയിൽ ബോട്ട് വഴി യാത്ര ചെയ്താണ് വൈക്കം സത്യാഗ്രഹത്തിനെത്തിയത്. അങ്ങനെ ഗാന്ധി അപ്പൂപ്പൻ വന്നിറങ്ങിയ ബോട്ട് ജെട്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് വൈക്കം ബോട്ട് ജെട്ടി. ഈ കാണുന്ന അറിയാം, ഇതാണ് ജങ്കാർ. ഇതേൽ കണ്ടില്ലേ, കാറ്, അതുപോലെ തന്നെ സ്കൂട്ടർ, അങ്ങനെ എന്ത് വേണേലും നമുക്ക് കയറ്റാം. അത് തന്നെ കണ്ടോ, ഒരു ബോട്ട് കണ്ടോ ഇപ്പം അങ്ങോട്ട്. പിന്നെ ഈ ബോട്ട് ജെട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സോളാറിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ബോട്ടുണ്ട്. ആ ബോട്ടിൻ്റെ പേരെന്നാണെന്നറിയാവോ? അതിൻ്റെ പേരാണ് ആദിത്യ. ആ ബോട്ട് ജെട്ടിയിൽ ആ ബോട്ട് കിടപ്പുണ്ട്. അതേലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് കണ്ടോ. പിന്നെ ഇരുന്നുകൊണ്ട് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ പറ്റും. നല്ല രസമല്ലേ, നോക്കിക്കേ എങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ കാണാനുള്ള സൗകര്യവും നമുക്ക് ഈ ബോട്ട് ജെട്ടിയിലുണ്ട്. അതെ, എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്നതാണ്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റും. കണ്ടോ, നമ്മുടെ ജങ്കാറിനകത്ത് വീണ്ടും അങ്ങോട്ട് പോകാനുള്ള വണ്ടികൾ വീണ്ടും കയറ്റിക്കൊണ്ട് ജങ്കാറ് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമുക്ക് ജങ്കാറെ കയറാം. ടിക്കറ്റ് എടുത്ത് ബോട്ടേലോ ജങ്കാറേലോ കയറി യാത്ര ചെയ്ത് അപ്പുറത്ത് പോകാനും ഒക്കെ ഉള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. അതെ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ. വൈക്കം കായലിന് ഈ ഭാഗം അറിയപ്പെടും. ബോട്ടും അങ്ങോട്ട് വരുമ്പം ജങ്കാർ അങ്ങോട്ട് പോകുന്നു. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി ബോട്ട് ജെട്ടിയിലോട്ട് വരുക. അവിടെ വന്നിട്ട് വീണ്ടും ആളെ എടുത്തോണ്ട് പോകും. അതെ, ഇപ്പം എന്നെ രസമാണെന്ന് നോക്കി, ആകാശമൊക്കെ കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇപ്പം ഏകദേശം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുവാണ്. നല്ല രസമാണ് ഈ സമയത്ത് നമുക്ക് അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ. അതെ, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.